നമസ്കാരം. 2025 ചിങ്ങം രാശിക്കാരുടെ സമ്പൂർണമായ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം ചിങ്ങം രാശിയിൽ വരുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. മകം, പൂരം, ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തിലെ ആദ്യ പാദമാണ് വരുന്നത്. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അഥവാ ചിങ്ങം രാശിക്കാർക്ക് 2025 സംഭവിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് സമ്പൂർണമായ പുതുവർഷഫലം ചാനലിൽ ലഭ്യമാണ്. അഥവാ 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷഫലം ചാനലിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ രാശി പ്രകാരമുള്ള ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത് ഈ രാശിക്കാരുടെ ചില പ്രത്യേകതകളാണ്. പൊതുഫലത്താൽ ഇവർക്ക് വന്നു ചേരുന്നതായ ചില കാര്യങ്ങളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം വർഷഫലത്തിലേക്ക് കടക്കാം. വളരെയധികം ആത്മവിശ്വാസം എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് ഇവർ. ഇവർക്ക് നേതൃഗുണം വളരെയധികം വർദ്ധിക്കുന്ന അല്ലെങ്കിൽ നേതൃഗുണമുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. എവിടെ പോയാലും ഇവരുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അന്യരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുവാൻ ഇവർക്കറിയാം. മറ്റുള്ളവർ ഇവരെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യപ്പെടും എന്നതാണ് വാസ്തവം. ഇവർക്ക് സംശയം എന്നൊരു വാക്കില്ല എന്ന് തന്നെ പറയാം. കാരണം മറ്റുള്ളവർക്ക് സാധിക്കാത്ത രീതിയിൽ തന്നെ വലുതായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നു എന്നത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. കീഴ് ജീവനക്കാർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയും അത്തരത്തിൽ ധാരാളം ആരാധകരെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇവർ. അഥവാ ചിങ്ങം രാശിക്കാരാണ് ഇപ്രകാരം സംഭവിക്കുക. ചിങ്ങം രാശിക്കാർക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. സ്നേഹപൂർവമുള്ള ഇവരുടെ പെരുമാറ്റം, കലാബോധം, സാഹിത്യം, സംഗീതം ഇവയോടുള്ള അടുപ്പം, പ്രേരണകൾക്കും വഴങ്ങാത്തതായ പ്രകൃതം, വിശ്വാസം, പുരാണങ്ങളോടും തത്വചിന്തകളോടുമുള്ള താല്പര്യം എന്നിവ എടുത്തു പറയേണ്ടതായ വിശേഷപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ തന്നെയാകുന്നു. ഇനി രാശിക്കും രാശിനാഥനും ബലമില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ വിപരീത ഫലങ്ങളായിരിക്കും ഇവർക്ക് സംഭവിക്കുക. അങ്ങനെയുള്ളവർ ജീവിത വിജയത്തിനായി പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദുരഭിമാനം ഇവർക്ക് ഒരിക്കലും പാടുള്ളതല്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി നൽകുകയും അതേക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും വേണം. ശാഠ്യപ്രകൃതം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റുള്ളവരുടെ പുകഴ്ത്തലുകളിൽ വീഴാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ആഡംബരങ്ങളോടുള്ള അമിതമായ ആസക്തി കടക്കണിയിൽ ചെന്ന് നിങ്ങൾക്ക് വീഴുന്നതിന് കാരണമായി തീരും. വളരെയധികം ബുദ്ധിശക്തി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് അനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. എല്ലാവരെയും അമിതമായി നിങ്ങൾ വിശ്വസിക്കരുത് എന്ന കാര്യം ഓർക്കുക. പല അവസരങ്ങളിലും നിങ്ങൾക്ക് സംഭവിക്കുന്നതായ വലിയൊരു തെറ്റ് തന്നെയാണ് ഇത്. മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നത് പോലെ തിരിച്ചും സഹായിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക എന്ന കാര്യവും ശ്രദ്ധിക്കണം. എല്ലായ്പ്പോഴും പ്രതീക്ഷിച്ച രീതിയിൽ മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതല്ല. അതിനാൽ നിരാശ തോന്നി എന്ന് വരാം. അധികം പ്രതീക്ഷിക്കാതിരിക്കുക എന്ന കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും മറ്റുള്ളവർ നമ്മളെ തന്നെ ആദ്യം പരിഗണിക്കണം എന്ന് ഒരിക്കലും നിങ്ങൾ ശാഠ്യം പിടിക്കരുത്, നിർബന്ധം പിടിക്കരുത് എന്ന കാര്യവും ഓർക്കുക. ആവശ്യപ്പെടാതെ തന്നെ നമ്മളെ പരിഗണിക്കത്തക്ക രീതിയിൽ കഴിവ് നിങ്ങൾ തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാർ ഉണ്ട് എന്ന് അംഗീകരിക്കുകയും അനാവശ്യമായ താരതമ്യം ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഞാൻ ചെയ്യുന്നത് ശരി എന്ന ധാരണ മാറ്റിവെച്ച് വളരെ പഠിച്ചതിന് ശേഷം മാത്രം തീർച്ചയായും തീരുമാനങ്ങൾ എടുക്കുക. ധനപരമായ നിക്ഷേപങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ ഒരിക്കലും ഒരു തീരുമാനവും എടുക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾ സ്വയം ചിന്തിക്കണം.
അതിലെ ശരി തെറ്റുകൾ മനസ്സിലാക്കി മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യം ഓർക്കുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് 2025 എന്ന പുതുവർഷത്തിലെ പ്രധാന ഗ്രഹങ്ങളുടെ നിലകളാണ് പരിശോധിക്കാനായി പോകുന്നത്. ഇവ എപ്രകാരം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തെ 2025 മാറ്റങ്ങൾക്ക് കാരണമാക്കും, അല്ലെങ്കിൽ എപ്രകാരം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുകൂടി മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് വർഷാരംഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. ഈ രാശിക്കാർക്ക് അഥവാ ഈ രാശിയിലുള്ളവർക്ക് 5 നിൽക്കുന്നതായ സൂര്യൻ, ബുധൻ, ശുക്രൻ 5, 7 ഭാവത്തിൽ രാശികളിലൂടെ മുന്നോട്ട് രാശി മാറുന്നതാണ്. ശനിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മാർച്ച് അവസാനം വരെ 7ാം ഭാവം, ശേഷം അഷ്ടമ ഭാവത്തിലേക്കാണ്. കേതുവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മെയ് പകുതി വരെ 2ാം ഭാവത്തിലും ശേഷം ജന്മരാശിയിലേക്ക് മാറും. രാഹുവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മെയ് പകുതി വരെ 8ാം ഭാവത്തിലും ശേഷം 7ാം ഭാവരാശിയിലേക്ക് മാറുകയും ചെയ്യും. ഗുരുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 10ാം രാശിയിൽ, ശേഷം 11ാം രാശിയിൽ, അത് ഒക്ടോബർ പകുതി വരെ നിൽക്കും. ശേഷം 12ാം രാശിയിൽ ഡിസംബർ ആദ്യവാരം വരെ തുടരും. കഴിഞ്ഞ് വക്രത്തിൽ ഗുരു 11ാം രാശിയിലേക്ക് മാറുന്നതുമാണ്. കുജൻ വർഷാരംഭത്തിൽ ജൂൺ 6 വരെ 11 രാശിയിൽ വക്രത്തിലും നേർചലനത്തിലുമായി 12ലും 11ലും തുടരുന്നതുമാണ്. ഗ്രഹനില പ്രകാരം ഈ പരാമർശിക്കുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ആ കാര്യവും ഓർക്കുക. ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായ ഫലം മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ പൊതുഫലമാണ് പരാമർശിക്കുന്നത്. ഇവർ 2025 അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് അറിയാതെ പോകരുത്. ആ കാര്യം കൂടി മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ഈ സമയം ആഹാര കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തണം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ ഇതേപോലെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അനാവശ്യമായ ടെൻഷനുകൾ ഒരിക്കലും പാടുള്ളതല്ല. അത്തരം കാര്യങ്ങൾ മറികടക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ വർഷാവസാനത്തിന് മുൻപ് തന്നെ അസുഖങ്ങൾ ഒരു പരിധി വരെ ഒഴിയുന്നതായ സമയം കൂടിയാകുന്നു. ആ കാര്യവും ഓർക്കുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വർഷാരംഭം തികച്ചും അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം ആഗ്രഹിച്ചതായ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തൊഴിൽപരമായ മാറ്റങ്ങൾ വന്നു ചേരാം. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായ സമയവും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായ സമയവുമാകുന്നു. ശാസ്ത്രങ്ങൾ, ഗണിതവുമായി ബന്ധപ്പെട്ടവർക്കും വളരെ മികച്ചതായ വർഷം കൂടിയായി മാറും എന്ന കാര്യം ഓർക്കുക. വർഷാവസാനം വരെ വൻ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയവുമാകുന്നു. വിദേശ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു സമയമാകുന്നു. മാർച്ചിന് ശേഷം തൊഴിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തൊഴിൽ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായി ചെറിയ പ്രശ്നങ്ങൾ വരും എങ്കിലും അനായാസം തന്നെ അവ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാർച്ചിന് ശേഷം അല്പം കൂടി ജാഗ്രത നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തന്നെ എടുക്കേണ്ടതായി വരാം. അത് ശ്രദ്ധിച്ച് നിങ്ങൾ എടുക്കേണ്ടതും അനിവാര്യമാണ്. പൊതുവെ നിങ്ങൾക്ക് നോക്കുകയാണ് എങ്കിൽ ലാഭം വർദ്ധിക്കുന്നതായ ഒരു വർഷമായി തന്നെ മാറും. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണകരമായ മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നേറുവാൻ സാധിച്ചു എന്ന് വരാം. മത്സര പരീക്ഷകളിൽ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജൂലൈയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആഗ്രഹിക്കുന്നതായ വിഷയം
ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. അത്തരത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വിദേശത്ത് പഠിക്കുവാനുള്ള അവസരം പോലും വന്നു ചേരാം. വായ്പ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള വർഷമാകുന്നു. പ്രത്യേകിച്ചും വർഷാരംഭത്തിൽ തന്നെ ധനം കൂടുതലായി ലഭിക്കുന്ന, ധനം വർഷിക്കുവാൻ സഹായകരമായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ വരവിനനുസരിച്ച് ചിലവ് കടന്നു വരും എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അത് പല അവസരങ്ങളിലും നിങ്ങളെ തളർത്തുന്നതാണ്. അതിനാൽ ചിലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. മാർച്ചിന് ശേഷം കടം വീട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായും കടന്ന് വരുന്നതാകുന്നു. അതിനാൽ ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഥവാ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് വിവാഹാലോചനകൾ കടന്നു വരും എങ്കിൽ പോലും ആ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. തെറ്റായ തീരുമാനം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. മാർച്ചിന് ശേഷം ചതി, വഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. മെയ്ക്ക് ശേഷം കമിതാക്കൾ വിവാഹ സാധ്യത തെളിയുന്നതായ സമയമാണ്. പ്രണയ സാഫല്യം എന്ന് ചേരാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായോ അല്ലാതെയോ സംതൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നതായ സമയമാകുന്നു. അതിനാൽ ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നിരാശ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിലോ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ല പുറത്തുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും സംഭവിക്കാവുന്നതാണ്. വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനം നിങ്ങളുടെ കൈവശം വന്നു ചേരാം. ബന്ധങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ചിങ്ങം രാശിക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ചിങ്ങം രാശിക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷ ഫലം ഇപ്രകാരമാകുന്നു.